ചില ആളുകൾ പറയുന്നത് കേൾക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ആമേൻ, അതൊക്കെ അവരുടെയൊക്കെ മനസ്സിലെ ചിന്താബോധമാണ്. എന്നാൽ മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം കിട്ടുമ്പോൾ, മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുമ്പോൾ മനുഷ്യന് മാറുവാൻ കഴിയും. ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് ഈ പ്രഭാഷണം നടത്തുവാൻ വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്ന ഈ മൈക്ക് സെറ്റ് വാങ്ങിത്തന്നത് ഈ ലോകത്തിലെ, അതായത് ഈ നമ്മുടെ വിജയപുരം പഞ്ചായത്തിലെ തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ബൈജു ചെറുകോട്ട എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു. ഞാൻ വിളിച്ചു പറയട്ടെ, അദ്ദേഹം എന്തിനാണെന്നറിയാമോ ഇത് മേടിച്ചു തന്നത്? ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഈ മൈക്കിൽ കൂടെ വിളിച്ചു പറയാൻ വേണ്ടിയല്ല. കഴിഞ്ഞ കാല ജീവിതത്തിൽ ഞാൻ ഏത് അഴുക്കുചാലിൽ കൂടിയാണ് ജീവിച്ചിരുന്നതെന്നുള്ള ആ സന്ദേശം, ആ സാക്ഷ്യം അവർക്ക് നല്ലവണ്ണം അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി അദ്ദേഹം ഇപ്രകാരം ഒരു കാര്യം ചെയ്യുവാനിടയായി തീർന്നു. പലപ്പോഴും മന്ദിരം മാങ്ങാനത്തുള്ള മന്ദിരം ജംഗ്ഷനിൽ അതുബോധയിൽ കവലയിൽ കടന്നിറങ്ങുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും എന്നെ വന്ന് തട്ടി ഉണർത്തി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് മനസ്സിലായി എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നുവെന്ന്. അതെങ്ങനെയാണ് എന്ന് പറയുവാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പല മതസംഘടനകളുടെയും രാഷ്ട്രീയ സംഘടനകളുടെയും ഒക്കെ കയ്യിലെ വെറുമൊരു ചട്ടുകമായിരുന്നു കൊണ്ട്, അവർ പറയുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ചട്ടുകമായിരുന്നു കൊണ്ട്, ജീവിതം തകർന്നടിഞ്ഞുകൊണ്ട്, സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് മാങ്ങാനത്ത് ചിലമ്പറ എന്ന് പറയുന്ന സിമത്തേരിയിൽ കടന്നിറങ്ങി, കല്ലറയിൽ കടന്നിറങ്ങി, കല്ലറക്കുള്ളിൽ ഇറങ്ങിയിരുന്ന് പോലീസിനെ ഭയന്നുകൊണ്ട് കല്ലറക്കുള്ളിൽ ഇറങ്ങിയിരുന്നു കൊണ്ട് ജീവിതം ഹോമിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ എന്നെ അവൻ മനുഷ്യനാക്കി തീർക്കുവാൻ, മനുഷ്യനെ സ്നേഹിക്കുന്നവനാക്കി തീർക്കുവാൻ, അക്രമാസക്തമായ എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞത് ഈ ഞാൻ പറഞ്ഞല്ലോ ഇവിടെയുള്ള ഒരു പ്രത്യേക ശാസ്ത്രത്തിനും അതിന് കഴിഞ്ഞില്ല. എന്നെ ഞാൻ വിശ്വസിച്ച മത സംഘടനകൾക്കോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ കഴിഞ്ഞില്ല. അവരൊക്കെ എന്റെ കായിക ബലമായിരുന്നു അവർക്ക് ആവശ്യം. എന്നാൽ എന്റെ ആത്മാവിനെ ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ മുമ്പിലേക്ക് കടന്നു വന്ന ഒരു നല്ല സന്ദേശമാണ് ഞങ്ങൾ ഉയർത്തുന്ന ഈ സത്യ സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സുവിശേഷത്തിന്റെ വക്താക്കളായി മാറുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദൈവം വലിയ വൻകാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യന് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത നിലകളിൽ, ഒരു മനുഷ്യന് ചെയ്തെടുക്കുവാൻ കഴിയാത്ത നിലകളിൽ ഞങ്ങളെ ദൈവം മാറ്റിയെടുക്കുവാൻ ഇടയായി തീർന്നിട്ട് എന്റെ ജീവിതത്തിൽ ഒരു മരണകാരണമായിരിക്കുന്ന ഒരു ആക്സിഡന്റ് ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. അവിടുന്ന് എന്റെ ദൈവം ഈ ലോകത്തിന്റെ കത്തി എന്റെ ശിരസിൽ വെക്കാതിരിക്കുവാൻ എന്റെ ദൈവം എന്നെ കാത്തു പരിപാലിച്ചു. ആ ദൈവം എന്നെ ആ അപകടത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഇടയായി തീർന്നു. ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ട സാഹചര്യം, മരണത്തെ മുഖാമുഖമായി കണ്ടിരുന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിഞ്ഞത് ഈ സത്യ സുവിശേഷത്തിനായിരുന്നു. അനേകരുടെ പ്രാർത്ഥനയാണ് എന്റെ ജീവിതത്തിൽ ഇന്ന് ഈ പകൽക്കാലം ഇവിടെ നിന്നുകൊണ്ട് കർത്താവിനെ ഉയർത്തുവാൻ ഈ ഭാഗ്യം ലഭിച്ചത്. അതുപോലെ തന്നെ എന്നെപ്പോലെ തന്നെ പല ആളുകളും ഇതുപോലെ ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതൊന്നും ആരും പൈസ കൊടുത്തിട്ടല്ല സ്നേഹിത, അതൊന്നും ആരും കൂടെ വന്നിരുന്ന് സംസാരിച്ച് മതം മാറ്റിയെടുത്തിട്ടല്ല. അവൻ രക്ഷയുടെ സന്ദേശം ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ, ജീവനും ചൈതന്യമുള്ള രക്ഷയുടെ സന്ദേശം ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ അത് മനുഷ്യന്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുന്നതായിരുന്നു കൊണ്ട് അത് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ അനേക പ്രശസ്തന്മാരായിരിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ശക്തരായ ശീശരും അതുപോലെ തന്നെ പ്രസിദ്ധനായിരിക്കുന്ന അലക്സാണ്ടറുമൊക്കെ അരങ്ങ് തകർത്ത് വാണ് അവരുടെ ഒരു നാടാണ് നമ്മുടെ ഈ ലോകമെന്ന് പറയുന്നത്. എന്നാൽ ഈ ലോകത്തിൽ അവരൊക്കെ പലയിടങ്ങളിൽ കടന്നു ചെന്ന് പലയിടങ്ങളിൽ സമ്പത്ത് സമ്പാദിക്കുകയും അതുപോലെ തന്നെ തങ്ങളുടെ ശക്തി അവർ കാണിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. ഒരിക്കലും അലക്സാണ്ടർ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, ഈ സമുദ്രത്തെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ഈ സമുദ്രം ഒരു കരയായിരുന്നെങ്കിൽ ഞാൻ ഇതിനെയും വെട്ടിപ്പിടിക്കുമായിരുന്നു പറയാനിടയായി തീർന്നു. എന്നാൽ 32-ാമത്തെ വയസ്സിൽ ഒരു പനി വന്ന് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ പറഞ്ഞ കേൾക്കുന്ന മനസ്സിലാകുന്നുണ്ടോ? വളരെ ശക്തനായിരിക്കുന്ന മനുഷ്യനായിരുന്നെങ്കിൽ പോലും പക്ഷേ ഈ ലോകത്തിൽ ഒരു പനി വന്നാൽ മനുഷ്യന്റെ ജീവിതം നഷ്ടമായി പോകുവാനിടയായി തീരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചറിയിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഞങ്ങൾക്ക് ഈ ലോകത്തിൽ പലരുടെയും അരികിലേക്ക് രക്ഷയ്ക്കായി കടന്നുപോയുടെ സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴും പോലീസൊക്കെ പിടിക്കുമ്പോൾ ഇവിടെയുള്ള മതരാഷ്ട്രീയ സംഘടനക്കാരുടെ അരികിലേക്ക് ഓടിച്ചെല്ലുവാനിടയായി തീരുന്നു. താൽക്കാലികമായ ഒരു രക്ഷ അവിടെ നിന്ന് ലഭിക്കുവാനിടയായി തീരുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള രക്ഷ അവർക്ക് നേടിത്തരുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ നിത്യമായ ഒരു രക്ഷ, അതായത് ആത്മാവ് നഷ്ടപ്പെടാതിരിക്കുവാനുള്ള, ആത്മാവിനെ നേടിയെടുക്കുവാൻ, ആത്മാവിനെ നിത്യയിലേക്ക് നയിക്കുവാനുള്ള ഒരു രക്ഷ നൽകി തരുവാൻ ഇവിടുത്തെ ഒരു സംഘടനകൾക്കും കഴിഞ്ഞിട്ടില്ല, ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. ഞാൻ വിളിച്ചു പറയട്ടെ, മത നേതാക്കന്മാര്, മത ആചാര്യന്മാരൊക്കെ, ഗുരുക്കന്മാരൊക്കെ അരങ്ങുവാണ് അല്ലിയ നാടാണ് നമ്മുടെ കൊച്ചു കേരളം എന്ന് പറയുന്നത്. ഒരുപാട് പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് ഇടം പിടിച്ചിട്ടുള്ള നാടാണ് നമ്മുടെ നാട്. അവിടെയൊക്കെ ഞാൻ പറയുന്നു
പറയുന്നു, അവരുടെയൊക്കെ വാക്കുകൾ ഇന്നും ഒരു കടങ്കഥ പോലെ ഇങ്ങനെ നിലകൊണ്ടു നിൽക്കുമ്പോൾ ഞങ്ങൾ ഉയർത്തുന്ന ഈ സുവിശേഷത്തിന്റെ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഏകദേശം 2025 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പരമയാഗമായി തീർന്ന ഒരു നസറായ യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിന്റെ രക്ഷകനായി തീർന്നത്? എങ്ങനെയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്? ദൈവത്തെ കുറിച്ച് പറയുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? അവൻ ദൈവമായിരിക്കുമ്പോൾ തന്നെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. എന്തിനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്? പലരുടെയും ചിന്ത എങ്ങനെയാണ്? യേശു ക്രിസ്തു രോഗസൗഖ്യത്തിനായിട്ട് കടന്നു വന്ന ആളാണ്. പലരും പറഞ്ഞു യേശു ക്രിസ്തു ഞങ്ങളെ രക്ഷിക്കുവാൻ കടന്നു വന്നതാണെന്ന് പലർക്കും അറിയാം. പക്ഷേ അതെങ്ങനെയാണ് ആ രക്ഷ സ്വായത്തമാക്കുന്നതെന്ന് പലർക്കും ഇന്ന് അറിഞ്ഞുകൂടാ. പലരും യേശുവെ യേശുവെ എന്ന് തന്റെ വായി കൊണ്ട് ഏറ്റുപറയുന്ന വിളിക്കുന്നവരാണ്. പക്ഷേ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ എങ്ങനെയാണ് ജീവിതത്തിൽ സ്വായത്തമാക്കുന്നതെന്ന് പലർക്കും അറിഞ്ഞുകൂടാതെ പോകുന്നു. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനിടയായി തീരാത്തത്. ഞാൻ പറയട്ടെ, യേശുവെ യേശുവെ എന്ന് വിളിച്ചത് കൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത് മാറ്റമുണ്ടായെന്ന് വരത്തില്ല. യേശു സൗഖ്യദായകനാണ്. യേശു രോഗത്തിന് സൗഖ്യം നൽകുന്ന ആളാണ്. യേശു നിന്റെ കടഭാരത്തിന് മേൽ വിടുതൽ നൽകുന്ന ആളാണ്. ഇതൊക്കെയാണ് ശരിയാണ്, ഇതെല്ലാം നല്ല സംഭവിക്കുന്ന കാര്യങ്ങളാണ്. യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം കൊണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയും. പക്ഷേ യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ നിത്യമായ ഒരു രക്ഷയുണ്ട്. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും ആ മരണാനന്തര ജീവിതം ആ സ്വർഗത്തിലാണെന്ന് ഈ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. വേദപുസ്തകം മാത്രമല്ല കേട്ടോ, ഇവിടെ ഈ ലോകത്തിലൂടെ അടങ്ങിയിരിക്കുന്ന ഉടനീളമുള്ള എല്ലാ മതേതര ഗ്രന്ഥങ്ങളും ഇത് പഠിപ്പിക്കുന്നു. മരണാനന്തരം മനുഷ്യന് ജീവിതമുണ്ടെന്ന്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ആളുകൾ പലവിധത്തിലുള്ള കർമ്മങ്ങളും ക്രിയകളും മനുഷ്യന് ശേഷം മനുഷ്യന് വേണ്ടി ചെയ്തെടുക്കുന്നത്. അങ്ങനെ കർമ്മങ്ങളും ക്രിയകളും മനുഷ്യന് വേണ്ടി ചെയ്തെടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? മനുഷ്യനെ അവന്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കരകയറ്റിവിടണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ എല്ലാ മതഗ്രന്ഥങ്ങളും അത് പഠിപ്പിക്കുന്നത്. എന്നാൽ അതെങ്ങനെയാണ് ആ രക്ഷ കൃത്യമായി സ്വായത്തമാക്കുന്നതെന്ന് അരുളി ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്ന ഈ സത്യസുവിശേഷമാണ്. മരണാനന്തരം മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു പഠന പരമ്പരയുണ്ടെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്ന ഈ സത്യസുവിശേഷത്തിലാണ് അത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ മരണാനന്തരം മനുഷ്യന് ജീവനുണ്ട്, ജീവിതമുണ്ടെന്നും മരണാനന്തരം മനുഷ്യൻ ജീവിക്കുമെന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഈ സത്യസുവിശേഷം വിളിച്ചു പറയുന്നു, നിന്റെ അവൻ നിത്യത ചെലവഴിക്കുവാൻ നീ എങ്ങനെയാണ് ആ നിത്യത നേടിയെടുക്കുന്നത്? വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ ഗ്രന്ഥമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വചനം സൂക്തം വേദസൂക്തം ഇങ്ങനെ നിർവചനം ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഒരു മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും ഒരിക്കൽ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടവർ. ഇങ്ങനെയാണ് പറയുന്നത് വെളിപ്പാട് പുസ്തകം. അതായത് യോഹന്നാൻ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തെ പത്മോസ് എന്ന സ്ഥലത്തേക്ക് ഏകാന്ത തടവിനെ വിധിച്ച് അദ്ദേഹത്തെ നാടുകടത്തിയപ്പോൾ ആ ഏകാന്ത തടവിലിരുന്നു കൊണ്ട് ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന സമയത്ത് ദൈവം കൊടുത്തിരിക്കുന്ന അരുളപ്പാട്, ലോകത്തിൽ നടക്കാൻ പോകുന്ന ആ വിഷയങ്ങളെ കുറിച്ച് ദൈവം കൊടുത്തിരിക്കുന്ന അരുളപ്പാട് യോഹന്നാന് ഉണ്ടായിട്ട് അദ്ദേഹം എഴുതി വെച്ച ആ വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഒരു മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിന്റെ പാപപ്രവൃത്തികൾ നീ ഉപേക്ഷിക്കണമെന്ന്. കാരണം നല്ലത് ചെയ്യുക, അവൻ നല്ലത് ചെയ്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ആ ന്യായാസനത്തിന്റെ ആ ന്യായവിധിയിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറുവാനിടയായിത്തീരുന്നു. അങ്ങനെ നല്ലത് ചെയ്തുകൊണ്ട് മാത്രം നിനക്കൊരു ന്യായാസനത്തിന് മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ കഴിയുമോ, അല്ലെങ്കിൽ നിത്യത ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും ഒരിക്കലുമില്ല. പിന്നെ എന്താണ് സ്നേഹിത, ഈ നിത്യത ഞങ്ങൾക്ക് കൈവശമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്താണ് സ്നേഹിത ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയും, ഇന്ന് പകൽക്കാലം ഈ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി നിനക്ക് സ്വീകരിക്കുവാൻ കഴിയുമോ? എങ്ങനെയാണ് ഈ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നത് എന്ന് നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയും, യേശുക്രിസ്തു എന്റെ രക്ഷിതാവെന്ന്. എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയുടെ കൊലക്കളത്തിൽ 2025 വർഷങ്ങൾക്ക് മുമ്പ് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശുക്രിസ്തു മരിച്ചുവെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. ആ ഹൃദയം കൊണ്ടുള്ള വിശ്വാസം ഞാൻ വാഗൊണ്ട് എത്തി പറയുന്നു, യേശുവേ ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയുടെ കൊലക്കളത്തിൽ നീ പരമയാഗമായി തീർന്നുവെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുവെന്ന് നിന്റെ വായി കൊണ്ട് നീ ഏറ്റു പറഞ്ഞാൽ മാത്രം മതി. ഇങ്ങനെ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി പുണ്യസ്ഥലങ്ങൾ നീ സന്ദർശിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അവിടെയൊക്കെ പോയാൽ അവൻ നിനക്ക് നിത്യത ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് പറയുവാൻ കഴിയത്തില്ല. ഇങ്ങനെ അവൻ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷാവും കർത്താവുമായി സ്വീകരിക്കാത്ത ഒരു മനുഷ്യന് ഈ സ്വർഗത്തിൽ കടന്നു പോകുവാൻ
ഇടയായി തീരുക, നിത്യതയിലേക്ക് പ്രവേശിക്കുക.